നമസ്കാരം. തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിന് സനാതനധർമ്മത്തോടുള്ള വെറുപ്പ് ഒരു പുതിയ കഥയല്ല. പക്ഷേ ഇന്നലെ തമിഴ്നാട്ടിലെ പുതിയ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ നിയമസഭയ്ക്കുള്ളിൽ തന്നെ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്നുള്ള തൻ്റെ ആവശ്യം ഉദയനിധി സ്റ്റാലിൻ ആവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസക്തി ഈ വിഷയത്തിൽ ചെലുത്തണമെന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള വിമർശകരുടെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് വേണ്ടതും. കാരണം പുറത്ത് ഏതെങ്കിലും ഒരു ഇവാഞ്ചലിസ്റ്റുകൾ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെന്ന് ഇത് പറയുന്നതും തമിഴ്നാട് നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവായി നിന്നത് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇത് നിയമസഭയ്ക്കുള്ളിൽ ഒരു ആവശ്യമായി ഉന്നയിക്കുകയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യമാണ്. ഇത് ഗൗരവമേറിയൊരു വിഷയമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്, വിവാദങ്ങൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കേസ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. സുപ്രീം കോടതിയിലാണ് ആ കേസ് നിലവിലുള്ളത്. സുപ്രീം കോടതി അത് സംബന്ധിച്ചൊരു ഇടക്കാല വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇടക്കാല വിധി എന്നല്ല, ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ കേസ് സംബന്ധിച്ച് മറ്റ് FIRകളൊന്നും സുപ്രീം കോടതിയുടെ അനുവാദമില്ലാതെ രേഖപ്പെടുത്തുവാൻ പാടില്ല. കാരണം ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരെ നിരവധി കേസുകൾ നിരവധി സംസ്ഥാനങ്ങളിൽ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് സുപ്രീം കോടതി അതിനൊരു തടയിട്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമവശങ്ങൾ ഉദയനിധി സ്റ്റാലിൻ്റെ വിമർശകരും ഇതിനെതിരെ കോടതിയെ സമീപിച്ചവരും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമവശങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഇത് രാഷ്ട്രീയ വിവാദങ്ങളായി ഉയർന്നു വന്നു ഒരു തീക്കാറ്റായി തന്നെ ഉയരുകയാണെന്ന് പറയാം. കാരണം കെ അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നത് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിലവിൽ തുടരുന്ന എന്ന് ഞാൻ പറഞ്ഞത്, ഇന്ന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം അദ്ദേഹത്തിന്. അതിനുശേഷമേ അദ്ദേഹം ഇനിയും തുടരുമോ എന്നുള്ളത് പറയുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ജോസഫ് വിജയ് ഈ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിലൊരു ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ നിശബ്ദത പാലിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഇതൊരു സനാതനധർമ്മത്തിനെതിരെയുള്ളൊരു വെറുപ്പാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഉള്ളിലുള്ളത്. പുറത്തു വന്നത് ഇങ്ങനെ വിഷം തുപ്പി പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ളൊരു സ്ഥായിയായ വെറുപ്പാണ്. അത് ഏറ്റവും സരളമായിട്ടുള്ളൊരു വിശകലനമാണ് ഇതിനെ സംബന്ധിച്ച്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഒരു EV രാമസ്വാമി എന്ന പെരിയോർ എന്ന് DMK വിളിക്കുന്ന, അല്ലെങ്കിൽ തമിഴന്മാർ മുഴുവൻ വിളിക്കണമെന്ന് DMK ആവശ്യപ്പെടുന്ന EV രാമസ്വാമിയിൽ നിന്നാണ് ഈ സനാതനധർമ്മത്തിനെതിരെയുള്ളൊരു വെറുപ്പിൻ്റെ തുടക്കം. പക്ഷേ EV രാമസ്വാമി എന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് DMK അദ്ദേഹത്തിനെതിരായിരുന്നു അവസാന കാലങ്ങളിൽ. കാരണം മുരസൊലിയിലൊക്കെ കരുണാനിധി അദ്ദേഹത്തെ വിമർശിച്ചെഴുതിയത്, അണ്ണാദുരൈ പോലും ഒരു മര്യാദയുള്ള ഭാഷയിൽ എഴുതിയപ്പോൾ വളരെ നീചമായ ഭാഷയിൽ EV രാമസ്വാമിയെ വിമർശിച്ചെഴുതിയ കരുണാനിധിയുടെ കൊച്ചുമകനാണ് ഉദയനിധി സ്റ്റാലിൻ. ആ EV രാമസ്വാമിയുടെ ആശയത്തെയാണ് ഇപ്പോൾ ഇയാൾ പിന്തുടരുന്നത്. അത് ഒരു കൗതുകകരമായ കാര്യം, അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ്, അങ്ങനെ വേണമെങ്കിൽ കാണാം. അതൊരു രാഷ്ട്രീയക്കാരൻ്റെ DMKക്ക് പതിവായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതുപോലെ തന്നെ DMKക്കും സ്വതവേയുള്ള ഒരു ഇരട്ടത്താപ്പ്. പക്ഷേ പ്രശ്നം ഈ ഒരു സനാതനധർമ്മത്തിനോടുള്ള എതിർപ്പാണ്. EV രാമസ്വാമിയിൽ നിന്ന് തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ഈ സനാതന എതിർപ്പ് എന്ന ആശയം കൈക്കൊള്ളേണ്ട കാര്യം തമിഴനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EV രാമസ്വാമി എന്ന വ്യക്തി എങ്ങനെയായിരുന്നു? ഒരുവിധപ്പെട്ട ഏതൊരു ഭ്രാന്തനെയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധനെയും കഴിയുമെങ്കിൽ പത്മ പുരസ്കാരമോ അല്ലെങ്കിൽ ഭാരതരത്നമോ നൽകി ആദരിക്കുവാൻ ശ്രമിച്ചിരുന്ന ജവഹർലാൽ നെഹ്റു പോലും മുഴുഭ്രാന്തനോ ക്രിമിനലോ ആണ് ഇയാൾ, പിടിച്ചകത്തിടൂ എന്ന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന രാജാജിക്ക് ഔദ്യോഗികമായി കത്തെഴുതിയ അത് EV രാമസ്വാമിയെ സംബന്ധിച്ചാണ്. അങ്ങനെ ഒരു അരാജകത്വവാദിയായിരുന്നു EV രാമസ്വാമി. അയാളിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു ആശയമാണ് ഈ സനാതനധർമ്മത്തിൻ്റെ എതിർപ്പ്. പക്ഷേ ഇത് ഉദയനിധി സ്റ്റാലിൻ പല വേദികളിലും ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും, പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിയമസഭയ്ക്കകത്ത് ഇന്നലത്തെ ദിവസം ഉദയനിധി സ്റ്റാലിൻ ഇത് പറഞ്ഞത് എന്തിന്? അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കുവാനാണോ? അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് ജോസഫ് വിജയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കെണിയാണ്. കാരണം ജോസഫ് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പാടിയപ്പോൾ മുതൽ DMK ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തമിഴ് തായ് വാഴ്ത്ത് എന്ന തമിഴ് സംസ്ഥാനത്തിൻ്റെ പാട്ട് എന്നവർ വിശ്വസിക്കുന്ന ഗാനം, അതിന് പ്രാമുഖ്യം നൽകണം, അതാദ്യം പാടണം എന്നുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ വിഷയത്തിൽ പിടിച്ചാണ് ഉദയനിധി ഇതിലേക്ക് എത്തുന്നത്. തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനത്തെ ഒതുക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് സനാതനധർമ്മത്തെ ഒഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു
എന്നവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ജോസഫ് വിജയ് നിശബ്ദനായി അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഉദയനിധിയുടെ താവളത്തിൽ ഉള്ള രാഷ്ട്രതന്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുവാൻ വിജയ് നിർബന്ധിതനാകും. പക്ഷേ വിജയുടെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് പരസ്യമായി അദ്ദേഹം പ്രതികരിക്കില്ല. ഇനി ഇതിൻ്റെ പ്രതികരണവുമായി പുറത്തു വരുന്നത് ആദവ് അർജുനയോ അല്ലെങ്കിൽ ബുഷി ആനന്ദോ ഒക്കെ ആയിരിക്കാം. വിജയ് നിശബ്ദനായിരിക്കും. അവസാനം അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമോ തിരിച്ചടിയോ ഉണ്ടായാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അധികാര കേന്ദ്രം ഞാനാണ്, ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ കുറിച്ച് തടിയൂരുക എന്നുള്ളതാണ് സ്വാഭാവികമായി ഇതുവരെ അദ്ദേഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവർത്തന രീതി. പക്ഷേ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നത്തോടുള്ള നിലപാട് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ സ്റ്റാലിൻ വലിയൊരു കെണിയാണ് വിജയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, ഉദയനിധി സ്റ്റാലിൻ. കാരണം ഇതിലൊരു അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല എന്ന് പറഞ്ഞാൽ DMK ക്യാമ്പ് ഉടനെ പ്രചരണം തുടങ്ങും, വിജയ് BJPയുടെ ബി ടീമാണെന്ന്. ഇനി അതിനെ അനുകൂലിച്ചാൽ കേന്ദ്ര സർക്കാരുമായിട്ടൊരു സമരസത്തിൽ പോകുവാൻ വിജയ്ക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സാധ്യമാകില്ല. അത്തരത്തിലുള്ള ഒരു കെണിയാണ് വിജയ്ക്ക് വേണ്ടി ഉദയനിധി സ്റ്റാലിന് ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ നിയമക്കുരുക്കുകൾ കൂടുതൽ മുറുകുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തിരിച്ചറിയാതെയല്ല, അതിൻ്റെ നിയമോപദേശങ്ങൾ തേടാതെ ആയിരിക്കില്ല ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഇത്തരത്തിലൊരു ആശയം നിയമസഭയ്ക്കുള്ളിൽ മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ ജയിലിൽ തന്നെ പോകേണ്ടി വന്നാലും അടിസ്ഥാനപരമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജയിലിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ ഞാൻ ആശയത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിച്ച് ഇപ്പോൾ തകർന്നടിഞ്ഞു തുടങ്ങിയിരിക്കുന്ന DMKയുടെ അടിസ്ഥാനം കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്തുവാൻ തനിക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഉപദേശമോ ഉദയനിധി സ്റ്റാലിന് വളരെ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ഒരുപക്ഷെ ഉദയനിധി സ്റ്റാലിൻ അതിന് തയ്യാറായേക്കും. പക്ഷേ ഈ ജയിൽവാസം എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അത്ര സുഖകരമായിരിക്കുമോ എന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഈ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച് ശീലിച്ച എതിരാളികൾ വൈകുന്നേരം 5 മണിക്ക് മുൻപേ ഉറക്കം പോലും എഴുന്നേൽക്കില്ല എന്ന് ആരോപിക്കുന്ന ഒരു വ്യക്തിക്ക് ജയിൽവാസം സുഖകരമായിരിക്കുമെന്നുള്ള കാര്യം അറിയില്ല, കണ്ടറിയണം. പക്ഷേ എന്തായാലും ഇപ്പോൾ ജോസഫ് വിജയ് പ്രതികരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി അതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദവ് അർജുന ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പുറത്തു വന്നേക്കാം. അതനുസരിച്ച് കുറച്ച് നാളത്തേക്കെങ്കിലും തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ബോധ്യമാകും. തമിഴ്നാട്ടിൽ എന്തായാലും രാഷ്ട്രീയ രംഗം ചൂട് പിടിച്ചു വരികയാണ്. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എതിരാളികൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നു. ഒപ്പം തുടർ നിയമ നടപടികൾക്കായിട്ടുള്ള സാധ്യതകളും അവർ പരിശോധിക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെങ്കിൽ പോലും മദ്രാസ് ഹൈക്കോടതി ഉദയനിധി സ്റ്റാലിൻ്റെ മുൻപുള്ള ഇതേ രീതിയിലുള്ള ഒരു പ്രസ്താവനയെ വെറുപ്പിൻ്റെ ഭാഷ എന്ന് തന്നെയാണ്, സംശയത്തിനിട നൽകാത്ത രീതിയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉടനെ തന്നെ ഈ കേസ് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. എന്നിരുന്നാലും അതിനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നുണ്ട്. കാരണം ഇതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാവുന്നൊരു ആവശ്യമല്ല ഉദയനിധി സ്റ്റാലിൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വംശഹത്യയ്ക്ക് തന്നെ തമിഴ്നാട്ടിൽ പലരെയും പ്രേരിപ്പിക്കാവുന്ന, ഭീകരവാദികൾക്ക് വരെ വളം വെച്ചു കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമേറിയ ഒരു കാഴ്ചപ്പാടിലാണ് അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ കയ്യിലെടുത്തിരിക്കുന്നത്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇത് കയ്യിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിൽ നിന്ന് പവൻ കല്യാണിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഉദയനിധി തമിഴ്നാട് വിട്ട് പുറത്തേക്ക് പോയാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ടും, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തടി കേടാകുവാൻ വരെയുള്ള സാധ്യതകളുണ്ട് എന്നാണ് സാധാരണക്കാർ പറയുന്നത്. തമിഴ്നാട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അറിവാലയം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുരക്ഷിത താവളത്തിനുള്ളിൽ, അല്ലെങ്കിൽ ECR റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ പല ബംഗ്ലാവുകളിൽ ഏതെങ്കിലും ഒന്നിലോ നിലകൊള്ളുന്നിടത്തോളം കാലം, താമസിക്കുന്നിടത്തോളം കാലം ഒരുപക്ഷെ അദ്ദേഹത്തിന് സുരക്ഷ ഉണ്ടായേക്കാം. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിലും
അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുവാൻ ജോസഫ് വിജയ് ബാധ്യസ്ഥനായേക്കാം. പക്ഷേ ഈ കളി എങ്ങോട്ടേക്ക് തിരിയും, ഏത് ദിശയിലേക്കാണ് ഇനി പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ചിത്രം നാളെ മുതലേ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. ഇന്നത്തെ ഭൂരിപക്ഷം തെളിയിക്കലിന് ശേഷം വിജയ് പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. എന്തായാലും ഉദയനിധി സ്റ്റാലിൻ വീണ്ടും സനാതനധർമ്മത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിഷം പുറത്തേക്ക് തുപ്പിയിരിക്കുകയാണ്. ഈ വിഷയത്തെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം കൃത്യമായ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളേണ്ടതുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ചുള്ള ഒരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് ഇതിൽ FIRകൾ ഇനി സുപ്രീം കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ രേഖപ്പെടുത്തുവാൻ പാടുള്ളൂ എന്നുള്ളത്. അത് സംബന്ധിച്ച് നിയമോപദേശങ്ങൾ ഒരുപക്ഷെ സോളിസിറ്റർ ജനറൽ തന്നെ നേരിട്ട് ഹാജരായി വീണ്ടും ഒരു FIR രേഖപ്പെടുത്തുവാനുള്ള അനുവാദം സുപ്രീം കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം വളരെ ഗൗരവമായി തന്നെയാണ്, അത്യന്തം ഗൗരവതരമായ ഒരു വിഷയമായി തന്നെയാണ് തമിഴ്നാട് BJP ഇത് കയ്യിലെടുത്തിരിക്കുന്നത്. അണ്ണാമലയുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. ജോസഫ് വിജയ് DMKയുടെ B ടീമാണെന്നുള്ള ആരോപണം വരെ അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് വിജയുടെ മൗനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. വിജയുടെ പ്രതികരണം എന്തായാലും ഉടനെ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. വൈകുന്നേരത്തേക്ക് അത് സാധ്യമാകുമോ എന്നറിയാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ പിന്തുണ നൽകുന്ന സഖ്യകക്ഷികളെല്ലാം ഈ DMKയുടെ പാളയത്തിൽ നിന്ന് വന്ന ഏതാണ്ട് ഉദയനിധി സ്റ്റാലിൻ്റെ ഈ ഒരു വിഷം വമിപ്പിക്കലിനോട് മുൻപും ഒരു അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചിരുന്നവരാണ്. CPI ആകട്ടെ, CPM ആകട്ടെ, IUML ആകട്ടെ, വിടുതലൈ സിരത്തെ കക്ഷികളാകട്ടെ, ഈ 4 പേരും ഇത്തരത്തിലുള്ള ഒരു വിഷം വമിപ്പിക്കലിനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചിരുന്നവരാണ് എന്നുള്ളതും വിജയ് ക്യാമ്പിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അവരാണ് ഇന്ന് വിജയുടെ സർക്കാരിനെ താൽക്കാലികമായിട്ടെങ്കിലും താങ്ങി നിർത്തുന്നത്. നാളെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കാം. ഇന്ന് ഭൂരിപക്ഷം തെളിയിക്കുവാനായാൽ 6 മാസങ്ങൾ വളരെ സുലഭമായി തന്നെ, സരളമായി തന്നെ വിജയ്ക്ക് ലഭിക്കാം. കാരണം അടുത്ത അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് 6 മാസങ്ങൾക്ക് ശേഷമേ ആർക്കെങ്കിലും നൽകുവാൻ സാധിക്കുകയുള്ളൂ തമിഴ്നാട് നിയമസഭയ്ക്കകത്ത്. എന്തായാലും കളി കൂടുതൽ ഗൗരവതരമാവുകയാണ്. ഉദയനിധി സ്റ്റാലിൻ ഇറങ്ങിത്തന്നെ കളിക്കുകയാണ്. അണ്ണാമലൈ മറുവശത്ത് ഈ ഒരു രാഷ്ട്രീയ കരുനീക്കം പ്രതീക്ഷിച്ച് തന്നെ നേരത്തെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടേക്ക് തിരിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.